ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ പ്രതി സന്ദീപ് കോടതിയിൽ നൽകിയ വിശദമായ മൊഴി ജനം ടിവിക്ക്. പ്രിസൺ ലൈബ്രറിയിൽ നിന്ന് പ്രതി അബ്നോർമൽ സൈക്കോളജി എന്ന മനഃശാസ്ത്ര ശാഖയെ കേന്ദ്രീകരിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചു. കൂടാതെ മനോരോഗ വിദഗ്ധർക്ക് മുന്നിൽ മാനസിക രോഗിയായി മറുപടി നൽകാൻ സന്ദീപ് ഈ പുസ്തകങ്ങൾ വായിച്ചെന്നും പ്രോസിക്യൂഷൻ. എം മനോജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, ഡോക്ടർ വന്ദനദാസ് വധക്കേസിലെ പ്രതി സന്ദീപ് കോടതിയിൽ നൽകിയ വിശദമായ മൊഴിയിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കൊലക്കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഈ പ്രതി സ്വീകരിച്ചിരുന്ന ചില രീതികൾ, പ്രിസൺ ലൈബ്രറിയിൽ നിന്ന് അബ്നോർമൽ സൈക്കോളജി തുടങ്ങിയ പുസ്തകങ്ങൾ അടക്കം വായിച്ചുകൊണ്ട് ഇയാൾ മനോരോഗ വിദഗ്ധർക്ക് മുൻപിൽ വളരെ കൃത്യമായി തന്നെ മറുപടി നൽകാൻ, ഒരു മനോരോഗി എന്നോണം മറുപടി നൽകാൻ പരിശീലിച്ചിരുന്നു എന്നതടക്കമുള്ള വസ്തുതകൾ ആ മൊഴികളിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ലഭ്യമാകുന്ന വിശദാംശങ്ങൾ? തീർച്ചയായും രോഹിണി, ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതി സന്ദീപ് ജയിലിൽ കിടന്ന സമയത്ത് ലൈബ്രറിയിൽ നിന്ന് അബ്നോർമൽ സൈക്കോളജി എന്ന മനഃശാസ്ത്ര ശാഖയെ കേന്ദ്രീകരിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചു എന്നുള്ള വിവരമാണ് ഈ മൊഴിയിലൂടെ ലഭിക്കുന്നത്. അതായത് ഈ കോടതിയിൽ പ്രതി മൊഴി തന്റെ കൈപ്പടയിൽ എഴുതി നൽകിയിരുന്നു. ആ മൊഴിയിലാണ് അതായത് മാനസിക രോഗിയാണെന്ന നിലയിലൊക്കെയുള്ള മൊഴിയുണ്ട്. അതേസമയം തന്നെ ഈ സൈക്കോഡൈമാനിസം വായിച്ചു പഠിച്ചുവെന്നും തനിക്ക് മാനസിക രോഗമാണെന്നുള്ള കാര്യമൊക്കെ ഈ മൊഴിയിൽ ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് പ്രോസിക്യൂഷൻ കൃത്യമായും കോടതിയിൽ തെളിയിച്ചിട്ടുള്ളത്, അതായത് ഈ മനോരോഗ വിദഗ്ധർക്ക് മുന്നിൽ മാനസിക രോഗിയായി മറുപടി നൽകാൻ സന്ദീപ് ഈ പുസ്തകങ്ങൾ വായിച്ചതായാണ് പ്രോസിക്യൂഷൻ കൃത്യമായും കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളത്. അതായത് ഈ സംഭവം നടന്നതിന് ശേഷം പ്രതിഭാഗം ഈ സന്ദീപ് മനോരോഗിയാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. അതിനുശേഷം കൃത്യമായും പ്രോസിക്യൂഷൻ ഇതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ കോടതിയെ ബോധിപ്പിച്ചിരുന്നു. അതേസമയം തന്നെ ഈ പ്രതി മാനസിക രോഗിയായി അഭിനയിക്കുവാനുള്ള ഒരു ശ്രമം കൂടെ നടത്തിയിരുന്നു എന്നതിന് ഉദാഹരണമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ മനോരോഗ വിദഗ്ധർ വരുമ്പോൾ അവർക്ക് മറുപടി നൽകേണ്ടത് എന്നതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അത് തന്നെ ഇത്തരത്തിൽ ജയിലിനുള്ളിൽ തന്നെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അവിടെ നിന്നും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചു എന്നുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. നാളെയാണ് ശിക്ഷാവിധി പ്രസ്താവിക്കുക. എന്തായാലും വന്ദനയെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം. അത്തരത്തിലുള്ള ആവശ്യം തന്നെയാണ് പ്രോസിക്യൂഷനും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും നാളെയാണ് ഈ ശിക്ഷാവിധി. നാളെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും പ്രതിയോട് കോടതി കാര്യങ്ങൾ ചോദിക്കും. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനോടും ഈ ശിക്ഷയിന്മേലുള്ള വാദത്തെക്കുറിച്ച് ചോദിക്കും. അതിനുശേഷമാകും വിധി പറയുക. പരമാവധി ശിക്ഷ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പ്രതി ചെയ്തിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് കൊലപാതകമാണ്. അതിക്രൂരമായ കൊലപാതകം, അതും ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു ഡോക്ടറെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഈ വന്ദനയുടെ മാതാപിതാക്കളും അതോടൊപ്പം അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂഷനും എല്ലാം നമ്മളോട് പങ്കുവച്ച വിവരങ്ങൾ എന്ന് പറയുന്നത് പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ കോടതി നൽകുമെന്നുള്ളതാണ്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.